ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രത്യേകതകളുള്ള വെർബിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന. വെർബാണ് വെർബ് ബി എന്ന് പറയുന്നത്. ബി എന്ന വെർബ് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, അവസ്ഥയെ സൂചിപ്പിക്കാൻ, അതായത് ഞാൻ സന്തോഷവാനാണ്, ഞാൻ വളരെ സ്മാർട്ടാണ്, ഞാൻ വളരെ ലേസിയാണ്, മടിയനാണ്, അവസ്ഥ അല്ലെ, അത് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നെ സാന്നിധ്യത്തെ, പ്രസൻസിനെ കാണിക്കാൻ, അവൻ ഇവിടെയുണ്ട്, അവൾ അവിടെയുണ്ട്, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി എന്തുപയോഗിക്കും? ഈ ബി എന്നുള്ള വെർബ് ഉപയോഗിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിയുടെ ആയിരിക്കുക എന്നുള്ള അർത്ഥം കാണിക്കുന്ന വാചകങ്ങളാണ്. അപ്പൊ നമ്മള് ക്യാൻ എന്ന വാക്ക്, ക്യാൻ ബി ആയിരിക്കുവാൻ കഴിയും. ക്യാൻ ബി എന്ന് വെച്ചാൽ ആയിരിക്കുവാൻ. ക്യാൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അവിടെ ബേസ് ഫോം വയ്ക്കും. ബേസ് ഫോം ആണ് ബി എന്നുള്ളത്. ബി ആയിരിക്കുക. അപ്പൊ ക്യാൻ ബി എന്ന് പറയുമ്പോൾ ആയിരിക്കുവാൻ കഴിയും. നമ്മൾ നേരത്തെ കണ്ട് ക്യാൻ റൈറ്റ്, എഴുതുവാൻ കഴിയും. ക്യാൻ ഗോ, പോകുവാൻ കഴിയും. അതുപോലെ തന്നെയാണ് ക്യാൻ ബി, ആയിരിക്കുവാൻ കഴിയും അല്ലെങ്കിൽ ആകുവാൻ കഴിയും. അപ്പൊ നമ്മൾ ചോദ്യം ചോദിക്കാൻ, ഹൂ എന്ന് വെച്ചാല് എന്താണ്? ആര്. ഹൂ ക്യാൻ ബി ഹാപ്പി, ആർക്ക് സന്തോഷവാനായിരിക്കാൻ കഴിയും? ആർക്ക് സന്തോഷവാനായിരിക്കും? ഹൂ ക്യാൻ ബി ഹാപ്പി. ഇവിടെ ആകെ എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. ഹൂ ക്യാൻ ബി ഹാപ്പി അങ്ങനെ ചോദിക്കില്ലേ? ഹൂ ക്യാൻ ബി ഹാപ്പി, ആർക്ക് സന്തോഷവാനായിരിക്കാൻ കഴിയും? ആർക്ക് സന്തോഷമുള്ളവരായിരിക്കാൻ കഴിയും? അങ്ങനെയൊക്കെ നമുക്ക് പറയാം. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഹൂ ക്യാൻ ബി ഹാപ്പി. എവരിവെയർ ദർ ഈസ് പ്രോബ്ലം. ഹൂ ക്യാൻ ബി ഹാപ്പി. ഹൂ ക്യാൻ ബി കൈൻഡ്, ആർക്ക് ദയവുള്ളവനായിരിക്കാൻ കഴിയും? ഹൂ ക്യാൻ ബി പ്രൂഡന്റ്. അപ്പൊ അർത്ഥമുള്ള വാചകങ്ങൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കണം. ചോദ്യമാണ് ഇതെല്ലാം. ഹൂ, ആര്. ഹൂ ക്യാൻ ബി പങ്ക്ച്വൽ, ആർക്ക് പങ്ക്ച്വൽ ആയിരിക്കാൻ കഴിയും? ഹൂ ക്യാൻ ബി ബ്രേവ്, ആർക്ക് ധീരനായിരിക്കാൻ കഴിയും? ഹൂ ക്യാൻ ബി ബ്രേവ്, ആർക്ക് ധീരനായിരിക്കാൻ കഴിയും? ഹൂ ക്യാൻ ബി സ്മാർട്ട്, ആർക്ക് സ്മാർട്ട് ആയിരിക്കാൻ കഴിയും? അതുപോലെ തന്നെ ഇവിടെയുള്ള കുറെ വാക്കുകളുണ്ട്. മൈ, എന്റെ, അവർ ഞങ്ങളുടെ, യുവർ നിന്റെ, ഹിസ് അവന്റെ അയാളുടെ എന്നൊക്കെ ഉണ്ട്. ഹെർ അവളുടെ, ദേർ അവരുടെ. ഈ വാക്കുകളൊക്കെ നമ്മൾ പഠിക്കണം. ഹൂ ക്യാൻ ബി മൈ ഫ്രണ്ട്. അപ്പൊ ചോദ്യം ഇടണേ, ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം എഴുതുമ്പോൾ. ഹൂ ക്യാൻ ബി മൈ ഫ്രണ്ട്, ആർക്ക് എന്റെ ഫ്രണ്ട് ആയിരിക്കാൻ കഴിയും? ആർക്ക് എന്റെ ഫ്രണ്ട് ആകുവാൻ കഴിയും? ഓർ ആയിരിക്കാൻ കഴിയും? ഹൂ ക്യാൻ ബി മൈ ടീച്ചർ, ആർക്ക് എന്റെ ടീച്ചർ ആകാൻ കഴിയും? ഹൂ ക്യാൻ ബി മൈ ടീച്ചർ. ഹൂ ക്യാൻ ബി മൈ ടീച്ചർ, ആർക്ക് എന്റെ ടീച്ചർ ആയിരിക്കാൻ കഴിയും? ഹൂ ക്യാൻ ബി ഹിസ് ഫ്രണ്ട്, ആർക്ക് അവന്റെ ഫ്രണ്ട് ആയിരിക്കാൻ കഴിയും? ഹൂ ക്യാൻ ബി ഹിസ് ഫ്രണ്ട്. ഹൂ ക്യാൻ ബി ഹിസ് ഫ്രണ്ട്, ആർക്ക് അവന്റെ ഫ്രണ്ട് ആയിരിക്കാൻ കഴിയും? ഹൂ ക്യാൻ ബി ഹിസ് കോച്ച്, ആർക്ക് അവന്റെ കോച്ച് ആയിരിക്കാൻ കഴിയും? ഹൂ ക്യാൻ ബി ഹിസ് ടീച്ചർ, ആർക്ക് അവന്റെ ടീച്ചർ ആകാൻ കഴിയും? ഹൂ ക്യാൻ ബി ഹിസ് ഗൈഡ്, ആർക്ക് അവന്റെ ഗൈഡ് ആകാൻ കഴിയും? അപ്പൊ നമ്മൾ ഇങ്ങനെ വാചകങ്ങൾ ഉണ്ടാക്കാം. ഹൂ ക്യാൻ ബി അവർ കോച്ച്, ആർക്ക് നമ്മുടെ കോച്ച് ആയിരിക്കാൻ കഴിയും? ഹൂ ക്യാൻ ബി അവർ കോച്ച്, ആർക്ക് നമ്മുടെ കോച്ച് ആയിരിക്കാൻ കഴിയും? ഹൂ ക്യാൻ ബി അവർ കോച്ച്, ആർക്ക് നമ്മുടെ കോച്ച്, ഫുട്ബോൾ കോച്ച് എന്നൊക്കെ പറയില്ലേ, ആർക്ക് നമ്മുടെ കോച്ച് ആയിരിക്കാൻ കഴിയും? ഹൂ ക്യാൻ ബി അവർ ടീച്ചർ, ആർക്ക് നമ്മുടെ ടീച്ചർ ആയിരിക്കാൻ കഴിയും? ഹൂ ക്യാൻ ബി അവർ ലീഡർ, ആർക്ക് നമ്മുടെ ലീഡർ ആകാൻ കഴിയും? അപ്പൊ അങ്ങനെ നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ രണ്ടുപേരും ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ എളുപ്പത്തിൽ ഇത് പഠിക്കാൻ പറ്റും. വാചകങ്ങൾ, അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരാൾ മലയാളം പറയുന്നു, മലയാളം അതിന്റെ ഇംഗ്ലീഷ് പറയുന്നു, അങ്ങനെ 10 പ്രാവശ്യം ഓരോ വാചകവും പറയുക. അപ്പൊ നമ്മൾ പഠിക്കും. ഇത് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഹൂ ക്യാൻ ബി ഹാപ്പി, ആർക്ക് സന്തോഷവാനായിരിക്കാൻ കഴിയും? ഹൂ ക്യാൻ ബി മൈ ടീച്ചർ, ആർക്ക് എന്റെ ടീച്ചർ ആയിരിക്കാൻ കഴിയും? അങ്ങനെയുള്ള വാചകങ്ങൾ ധാരാളം ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് വാക്കുകൾ ഇതിലുള്ള ഇഷ്ടംപോലെ വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. അത് അർത്ഥമുള്ളതാക്കി നമ്മൾ നോക്കണം. ഓക്കെ. പിന്നെ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, അത് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു,
എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരും അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 6ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പൊ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകളുടേത്. ആ 4 ഫോംസ് ഉപയോഗിച്ചാണ് എല്ലാ ടെൻസുകളും മറ്റുണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ 3 ഫോം പഠിച്ചാൽ മതി, പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല, കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും വെർബുകളുടേത് ഇംഗ്ലീഷിൽ ഒരേപോലെ ഇരിക്കും. ഉച്ചാരണവും സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ട്, അത് മറക്കരുത്. പിന്നെ പ്രസന്റ് ഫോമിന് സിംഗുലറും പ്ലൂറലും ഉണ്ട്. എസ് സാധാരണ ചേർക്കുമ്പോൾ സിംഗുലർ കിട്ടും, മറ്റേത് പ്ലൂറല്. അർത്ഥമൊക്കെ ശരിക്കും പഠിക്കുക. അപ്പൊ നമുക്ക് വായിച്ചു തുടങ്ങാം. പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മാത്രമാണ്. ലീഡ്, ലെഡ്, ലെഡ്, റീഡ്, റെഡ്, റെഡ്. ഉച്ചാരണം റീഡിന്റെ ശ്രദ്ധിക്കണേ.
പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സ്പെല്ലിംഗ് ഒന്നാണ്, പക്ഷെ ഉച്ചാരണം വ്യത്യാസമുണ്ട്. റീഡ് റെഡ് റെഡ് എന്നാണ്. ഫീഡ് ഫെഡ് ഫെഡ്, സ്പീഡ് സ്പെഡ് സ്പെഡ്, പ്ലേ ഫ്ലെഡ് ഫ്ലെഡ്, പേ പെയ്ഡ് പെയ്ഡ്, ലേ ലേഡ് ലേഡ്, സേ സെഡ് സെഡ്, ഹിയർ ഹേർഡ് ഹേർഡ്. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇവയുടെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല ഉണ്ടാക്കുന്നത്, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവ കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. ഇനിയുള്ള വെർബുകൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡി എന്നോ ഇ ഡി എന്നോ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമ്മൾ കാണുകയാണ്. അറേഞ്ച് അറേഞ്ച്ഡ് അറേഞ്ച്ഡ്, attack attacked attacked, attempt attempted attempted, breathe breathed breathed, clap clapped clapped, cure cured cured, deserve deserved deserved, escape escaped escaped, dry dried dried, face faced faced, increase increased increased, influence influenced influenced, fool fooled fooled, practice practiced practiced, pull pulled pulled, question questioned questioned, raise raised raised, remind reminded reminded, repeat repeated repeated, request requested requested. ഓർക്കുക, ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഈ വെർബുകൾ പഠിക്കണം, അർത്ഥം പഠിക്കണം, ഇവ തമ്മിലുള്ള വ്യത്യാസവും പഠിക്കണം. ഓക്കെ.